ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NS ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു PVC പൈപ്പുമായിട്ടാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി സംഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു PVC പൈപ്പാണ്. 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു PVC പൈപ്പ് വേണം. പിന്നെ 3 കാർഡ്ബോർഡ് പീസ് വേണം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, കുറച്ച് വലുത്. ഇനി ഒരു ഫോം ഷീറ്റ് വേണം. 15 സെൻറ്റിമീറ്റർ നീളമാണ് ഇതിന്. പിന്നെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറും. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഇനി ഞാൻ ഈ PVC പൈപ്പിൽ 5 സെൻറ്റിമീറ്റർ വീതം ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. 3 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. ഇത് റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് മുറിക്കുമ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കാർഡ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ അടിഭാഗത്തും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് മുറിച്ചെടുക്കണം. അപ്പോൾ കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വലിയവരുടെ സഹായത്തോടെ മാത്രം മുറിച്ചെടുക്കുക. ഈ എടുത്തേക്കൂടെ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോം ഷീറ്റും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. 5 സെൻറ്റിമീറ്റർ വീതത്തിൽ തന്നെയാണ് ഫോം ഷീറ്റും മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ മുറിച്ചെടുത്ത PVC പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ കാണിക്കാം. ഇതുപോലെ ടേപ്പിൻ്റെ കുറച്ച് ഭാഗം മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന രീതിയിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇനി ഞാനിത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. ഇതുപോലെ മറ്റതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കാർഡ്ബോർഡ് പീസിൽ ഈ ഒരു PVC പൈപ്പിൻ്റെ റൗണ്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ഞാൻ മറ്റേ കാർഡുകളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ PVC പൈപ്പിലൊക്കെ ചെയ്ത പോലെ ഫോം ഷീറ്റ് എങ്ങനെ ഒട്ടിക്കാമെന്ന് കാണിക്കാം. ഇതുപോലെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. ഈ PVC പൈപ്പിൽ ഫോം ഷീറ്റ് റൗണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചൊരു ഒഴിവ് വേണം. ഇനി മുകളിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നേരത്തെ മുറിച്ച് വെച്ച ഈ കാർഡ്ബോർഡ് പീസ് ഈ ഒരു PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് എങ്ങനെ ഒട്ടിക്കണമെന്ന് കാണിക്കാം.
ഇതുപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തും ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാൻ ഈ കാർഡ് ഒരു കട്ടിയില്ലാത്ത എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഞാനിത് 5 സെൻറ്റിമീറ്റർ വീതം മാർക്ക് ചെയ്യാണ്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കണം. കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് കുറച്ച് മുറിച്ചെടുക്കാൻ കുറച്ചൊരു പണിയുണ്ട്. ഇനി ഞാൻ ഈ മുറിച്ച് വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഒഴിവുള്ള സ്ഥലം ഉണ്ടല്ലോ, ഫോം ഷീറ്റ് തികയാത്തത്, അവിടെ ഇങ്ങനെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ റെഡിയാണ്. ഇനി ഇതുപോലെ തന്നെ ഇത് രണ്ടും ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേ 3 റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഈർക്കിൽ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിലിട്ട് ഇറക്കി കൊടുക്കണം. ഈർക്കിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കമ്പി എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി അതിൻ്റെ അടിഭാഗം നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മുകൾ ഭാഗം ഒട്ടിച്ചെടുക്കണം. ഇനി ഞാനിതിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്തെങ്കിലും ഇമോജി എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ സംഭവം റെഡിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.